മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ളൊരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 28ാമത്തെ സെഷനാണ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ എന്ന് പറയുന്ന ഒരു സർവീസിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ അതായത് 27ാമത്തെ സെഷനിൽ നമ്മൾ കണ്ടത് ട്രാഫിക്, അതായത് ലോഡ് മാനേജ് ചെയ്യാനുള്ള മറ്റൊരു ടൂളിനെ കുറിച്ച് നമ്മൾ നോക്കി മനസ്സിലാക്കി. അതായത് ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞ അഷ്യൂറിൻ്റെ മറ്റൊരു ടൂളിനെ കുറിച്ച് നമ്മൾ നോക്കി ലാബ് ചെയ്ത് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂളും ഏകദേശം കോൺസെപ്റ്റ് വൈസ് കുറച്ചൊക്കെ സെയിം ആണ്, പക്ഷേ എന്നിരുന്നാലും ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അതിന്. അപ്പോൾ ഇത് എന്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, നമുക്കത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസെപ്റ്റ് വൈസ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കി ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കും. അപ്പോൾ ഇത് അഷ്യൂറിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ലാബ് സെഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അഷ്യൂറിൻ്റെ മറ്റ് ബേസിക് കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പുള്ള സെഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഈ സെഷനിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ എന്ന് പറഞ്ഞ സർവീസിൻ്റെ കോൺസെപ്റ്റ് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഇതൊരു DNS ബേസ്ഡ് ആയിട്ടുള്ളൊരു റൂട്ടിംഗ് സർവീസാണ്. അഷ്യൂറിൻ്റെ ഈ പറഞ്ഞ ട്രാഫിക് മാനേജർ എന്ന് പറഞ്ഞ സർവീസ് ഇത് ബേസിക്കലി DNS ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. DNS എൻട്രീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഷ്യൂറിൻ്റെ ഈ ഒരു ട്രാഫിക് മാനേജർ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാഫിക് റൂട്ട് ചെയ്യാൻ പറ്റും. അതായത് അഷ്യൂർ ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സസിലും അത് കൂടാതെ തന്നെ ഓൺ പ്രെമിസസിലും, അതായത് അഷ്യൂർ റിസോഴ്സസിലും അഷ്യൂറിൻ്റെ ഒരു പോർട്ടലിലുള്ള ആ ഒരു ക്ലൗഡ് എൻവയോൺമെൻറ്റിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സസിലും അത് കൂടാതെ മറ്റ് അഷ്യൂർ എൻവയോൺമെൻറ്റിന് പുറത്തുള്ള ഓൺ പ്രെമിസസ് റിസോഴ്സിലോട്ട് നമുക്ക് ട്രാഫിക് റൂട്ട് ചെയ്ത് വിടാൻ സാധിക്കും നമുക്ക് ഈ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ എന്ന് പറഞ്ഞൊരു സർവീസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്കിതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്കിതിൽ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ പ്രൊഫൈലാണ് നമുക്ക് ഈ ട്രാഫിക്സ് എല്ലാം റൂട്ട് ചെയ്ത് അതായത് റീജിയൻസിലോട്ട്, അതായത് നമുക്ക് എൻ പോയിൻറ്റ്സ് എന്ന് നമുക്കിവിടെ പറയാം. നമുക്കത് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇപ്പോൾ google.com എന്നൊരു വെബ്സൈറ്റ്, നമുക്ക് ഈ ഒരു ഡൊമൈൻ DNS നെയിമിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു google.com ഒരു DNS നെയിമാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണലി സംഭവിക്കുന്നത്, ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് റൂട്ടിംഗ് പറയുന്നില്ല എങ്ങനെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ ഈ ഒരു നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ google.com ഈസ് എ DNS നെയിമാണ്. അപ്പോൾ ഇൻറ്റേർണലി ഈ DNS നെയിം, അതായത് google.com എന്ന DNS നെയിം ഒരു IP അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല, ഇപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ IP അഡ്രസ് സെർവേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ നമുക്കിപ്പം എക്സാമ്പിൾ പറയുമ്പോൾ ഒരു IP അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ IP അഡ്രസ്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു സെർവർ അല്ലെങ്കിൽ റിസോഴ്സിലായിരിക്കും, ഇൻറ്റേർണൽ റിസോഴ്സിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സെർവറിലായിരിക്കും ഈ ഗൂഗിളിൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു വെബ് പേജ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻഡെക്സ് പേജ് എല്ലാം. അപ്പോൾ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ട്രാഫിക് നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ മൾട്ടിപ്പിൾ DNS എൻ പോയിൻറ്റ്സ്. അതായത് ഇപ്പോൾ google.com എന്ന് പറഞ്ഞ DNS നെയിമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് നമ്മുടെ ഒരു കേസിൽ. അപ്പോൾ അതുപോലുള്ള മൾട്ടിപ്പിൾ DNS എൻ പോയിൻറ്റ്സിലോട്ട് നമുക്ക് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാഫിക്സ് നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് യൂസറിൽ നിന്ന് ഇപ്പോൾ ഒരു യൂസർ നമുക്ക് google.com എന്ന് പറഞ്ഞൊരു URL നമുക്കിവിടെ ഒരു റിക്വസ്റ്റ് തരികയാണ് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ റിക്വസ്റ്റ് മൾട്ടിപ്പിൾ ഇതുപോലത്തെ DNS എൻ പോയിൻറ്റ്സിലോട്ട്, അപ്പോൾ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ട് ഗൂഗിളിന്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ മൾട്ടിപ്പിൾ DNS എൻ പോയിൻറ്റ്സിലോട്ട് നമ്മുടെ ട്രാഫിക് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന റൂൾ അനുസരിച്ച് അതിന് റീഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ എൻ പോയിൻറ്റ്സിലോട്ട് ട്രാഫിക് മാനേജ് ചെയ്യും, അത് റൂട്ട് ചെയ്യും. അതാണ് മെയിനായിട്ടുള്ളൊരു പർപ്പസ് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ എന്ന ഒരു സർവീസ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട്. നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ നോക്കാം, അതിൻ്റെ കോൺസെപ്റ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും നമ്മൾ. അങ്ങനെ ആ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാഫിക്സ് റൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കിപ്പോൾ യൂസേഴ്സ്, പുറത്ത് നിന്ന് യൂസേഴ്സ് എന്നുള്ള റിക്വസ്റ്റ് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. ആ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ യൂസർ റിക്വസ്റ്റ് ട്രാഫിക് മാനേജറിലോട്ടാണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള യൂസർ റിക്വസ്റ്റ് നമുക്കൊരു വെബ് സർവീസിൻ്റെ എന്നൊരു കേസ് എടുക്കാം. അപ്പോൾ വെബ് സർവീസ് നമ്മുടെ ഒരു ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യൂസർ റിക്വസ്റ്റ് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും വരുന്ന റിക്വസ്റ്റ് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ പ്രൊഫൈലിലാണ് നമുക്ക് ആ ഒരു ട്രാഫിക് മാനേജർ സർവീസിലാണ് ആദ്യം എത്തുന്നത്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ
നമുക്കിവിടെ മൾട്ടിപ്പിൾ എൻ പോയിൻറ്റ്സ് പോസിബിൾ ആണ്. അതായത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് എൻ പോയിൻറ്റ്സ് മൾട്ടിപ്പിൾ റീജിയൻസിൽ പോസിബിൾ ആവുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് അഷ്യൂർ ട്രാഫിക് മാനേജർ ഉപയോഗിക്കുകയാണെങ്കിൽ. അതേപോലെ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കിയത് അഷ്യൂറിൻ്റെ ലോഡ് ബാലൻസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മെയിൻ ഡിഫറൻസ് ഇപ്പം ട്രാഫിക് മാനേജറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോഡ് ബാലൻസറിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ലോഡ് ബാലൻസർ മൾട്ടിപ്പിൾ റീജിയൻസിൽ പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു റീജിയനകത്തുള്ള റിസോഴ്സിനകത്തോട്ട് മാത്രമേ നമുക്ക് ലോഡ് ബാലൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഡ് ബാലൻസ് ചെയ്ത് ആ ഒരു ട്രാഫിക്ക് നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ വരുന്ന യൂസർ റിക്വസ്റ്റുകൾ. പക്ഷേ ഇവിടെ അതായത് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്പിൾ റീജിയൻസ് അതായത് മൾട്ടിപ്പിൾ റീജിയൻസിലുള്ള മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് എൻ പോയിൻറ്റ്സ് സപ്പോർട്ടഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വിർച്വൽ മെഷീൻ ഇപ്പോൾ ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് US East 2 എന്ന് പറഞ്ഞൊരു റീജിയനിലാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഒരു ലാപ്ടോപ്പിൽ ഞാനൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ ചെറിയൊരു വെബ് സെർവറായിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ ഇന്ത്യ റീജിയനിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ UAE നോർത്ത് എന്ന് പറഞ്ഞൊരു റീജിയനിൽ ഒരു വെബ് ആപ്പ് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ UAE സെൻട്രലിൽ മറ്റൊരു വെബ് ആപ്പ് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ റീജിയൻസിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് എൻ പോയിൻറ്റ്സ് സപ്പോർട്ടഡ് ആണ് നമ്മുടെ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ആണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ഈസ് ഒരു ഗ്ലോബൽ റിസോഴ്സാണ് നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ റീജിയൻസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ റിസോഴ്സാണ് ഈ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ റിസോഴ്സാണ്. പക്ഷേ നമുക്ക് ലോഡ് ബാലൻസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്ലോബൽ അല്ല, അതൊരു റീജിയൻ വൈസ് സ്പെസിഫിക് ആണ്. നമുക്ക് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച ലോഡ് ബാലൻസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ. പക്ഷേ ട്രാഫിക് മാനേജർ ഒരു ഗ്ലോബൽ റിസോഴ്സാണ്. അതുപോലെ ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിന് ട്രാഫിക്ക് മൾട്ടിപ്പിൾ എൻ പോയിൻറ്റ്സ് അതായത് മൾട്ടിപ്പിൾ എൻ പോയിൻറ്റ്സ് മൾട്ടിപ്പിൾ റീജിയൻസിൽ റൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് DNS ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൂട്ടിംഗ് ടൂളാണ്. DNS ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, DNS നെയിംസ് ഉപയോഗിച്ചിട്ട്, അല്ലാതെ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടല്ല. പക്ഷേ നമ്മൾ ലോഡ് ബാലൻസർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് അത് റൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ അതൊരു റീജിയൻ സ്പെസിഫിക് ആണ്. പക്ഷേ നമ്മുടെ ട്രാഫിക് മാനേജറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഗ്ലോബൽ റിസോഴ്സ് ഒരു സർവീസാണ്. അങ്ങനെ ആവാൻ കാരണം ഇത് DNS ബേസ്ഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ DNS ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ റീജിയൻസിലുള്ള മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് എൻ പോയിൻറ്റ്സിന് വരെ ഇതിന് ട്രാഫിക്സ് റൂട്ട് ചെയ്ത് വിടാൻ സാധിക്കും. അപ്പോൾ അതൊരു വളരെയധികം ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസിലോട്ട് നമുക്ക് യൂസർ റിക്വസ്റ്റ് കോൺഫിഗർ ചെയ്ത് റൂട്ട് ചെയ്ത് വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന കേസസിൽ. ഇനി നമുക്ക് അടുത്ത ഇതിൽ പറയേണ്ടത് ഇപ്പം നമുക്ക് യൂസർ റിക്വസ്റ്റ് നമ്മളിപ്പോൾ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ആണ് ആദ്യം എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിലോട്ടാണ് നമുക്ക് ഈ പുറത്തുനിന്നുള്ള യൂസർ റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നമുക്കിപ്പോൾ സാമ്പിളിന് ഒരു വെബ് ആപ്ലിക്കേഷന് ഞാനിപ്പോൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ എൻഡ് പോയിൻറ്റ്സിലും എല്ലാ റിസോഴ്സസിലും ഞാൻ ഒരു വെബ് ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വെബ് ആപ്ലിക്കേഷനാണ് യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടൈപ്പിൽ നമുക്ക് റൂട്ടിങ് നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്ന് പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റൂട്ടിംഗ് ആണ്, രണ്ടാമത്തത് വെയിറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റൂട്ടിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് റൂട്ടിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ US East 2 വിർച്വൽ മെഷീനിന് അതിലും വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു റിസോഴ്സിലും വെബ് ആപ്ലിക്കേഷൻ തന്നെ റൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ തൽക്കാലം നമുക്കിപ്പോൾ ഈ ഒരു കേസ് എടുക്കാം. നമുക്ക് ഈ എക്സാമ്പിളിന് വേണ്ടി ഞാനിപ്പോൾ ഈ രണ്ട് റിസോഴ്സ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് US East 2 നമുക്ക് പ്രിയോറിറ്റി ബേസ്ഡിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. പ്രിയോറിറ്റി ബേസ്ഡ് എക്സാമ്പിൾ ഞാനിപ്പോൾ US East 2 ഈ ഒരു വിർച്വൽ മെഷീനിന് ഞാൻ പ്രിയോറിറ്റി 1 കൊടുത്തു. അതുപോലെ സെൻട്രൽ ഇന്ത്യയിലുള്ള ഈ ഒരു റിസോഴ്സിൽ ഞാൻ പ്രിയോറിറ്റി 2 കൊടുത്തു. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ യൂസർ റിക്വസ്റ്റ് വരികയാണ്, അത് അഷ്യൂറിൻ്റെ ട്രാഫിക് മാനേജർ ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഹാൻഡിൽ ചെയ്ത ശേഷം നമ്മൾ പ്രിയോറിറ്റി ബേസ്ഡ് ആണ് ടൈപ്പ് റൂട്ടിംഗ് മെത്തേഡ് കോൺഫിഗർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പ്രിയോറിറ്റി വരുന്ന കേസിൽ ഫസ്റ്റ് നമ്മൾ പ്രിയോറിറ്റി അസൈൻ ചെയ്തിരിക്കുന്ന റിസോഴ്സിലോട്ടായിരിക്കും ട്രാഫിക് ആദ്യം പോകുന്നതെല്ലാം. ഈ വരുന്ന ട്രാഫിക്സ് എല്ലാം തന്നെ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ റിസോഴ്സിലോട്ടായിരിക്കും ട്രാഫിക് എല്ലാം തന്നെ പോകുന്നത്, ഇതിലോട്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ വിർച്വൽ മെഷീൻ അതായത് US East 2 വിർച്വൽ മെഷീൻ നമുക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രാഫിക്സ് എല്ലാം പിന്നീട് പോകുന്നത് സെക്കൻഡ് പ്രിയോറിറ്റി ഉള്ളത് ഏതാണോ ആ ഒരു റിസോഴ്സിലോട്ടായിരിക്കും പിന്നീട് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അടുത്ത UAE നോർത്തിലുള്ള ഈ ഒരു റിസോഴ്സ് ഞാനിപ്പോൾ പ്രിയോറിറ്റി 3 കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം ഈ സെൻട്രൽ ഇന്ത്യയുടെ റിസോഴ്സും ഡൗൺ ആവുകയാണെങ്കിൽ പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് റിസോഴ്സ് ട്രാഫിക്ക് പോകുന്നത് ഈ UAE നോർത്തിലോട്ടായിരിക്കും. അപ്പോൾ അതാണ് പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൂട്ടിങ്ങിൽ നടക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് പ്രിയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റൂട്ടിങ്. അപ്പോൾ അതിൽ നമുക്ക് പ്രിയോറിറ്റി നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ റിസോഴ്സിന്, അതായത് DNS ബേസ്ഡ് പബ്ലിക് എൻഡ് പോയിൻറ്റ്സ് ഉള്ള റിസോഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ റൂട്ടിങ് നടക്കുകയുള്ളൂ. അതെന്തായാലും മസ്റ്റായിട്ടുള്ള കാര്യമാണ് നമുക്ക്. അതായത് പബ്ലിക് DNS ഒരു യൂണിക്കായിട്ടുള്ള DNS അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിലോട്ടാണ് നമുക്ക് എപ്പോഴും ട്രാഫിക്സ് റൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സിന് നമുക്കിങ്ങനെ പ്രിയോറിറ്റി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രിയോറിറ്റി ഉള്ളതിലോട്ടായിരിക്കും നമുക്ക് ബൈ ഡിഫോൾട്ട് ആദ്യം ട്രാഫിക്ക് പോകുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത പ്രിയോറിറ്റി ഏതിനാണോ കൂടുതലുള്ളത് അതിലോട്ട് പോകും. അപ്പോൾ അതാണ് പ്രിയോറിറ്റി ബേസ്ഡ് ട്രാഫിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ്, അതായത് വെയിറ്റേജ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പം യൂസർ റിക്വസ്റ്റ് നമ്മുടെ ഈ അഷ്വറിൻ്റെ ട്രാഫിക് മാനേജറിലോട്ട് വരികയാണെന്ന് കൺസിഡർ ചെയ്യുക. നമുക്ക് ഈ ഒരു വെയിറ്റേജ് ബേസ്ഡ് നമ്മൾ കൊടുക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ US-2 നമുക്ക് ഈ US-2 നമുക്ക് ഒരു 50% ഇവിടെ ഒരു വെയിറ്റ് നമുക്കൊരു 50% വെയിറ്റ് നമുക്കിവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻട്രൽ ഇന്ത്യക്ക് ഞാനിപ്പോൾ ഒരു 20% ഇവിടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ UAE നോർത്ത് അതിന് ഞാനിപ്പോൾ ഒരു 30% വെയിറ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, 30% ഞാനിപ്പോൾ 3 ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പെർസെൻറ്റേജ് വൈറ്റ് നമുക്ക് വെയിറ്റേജ് നമുക്കിവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് വെയിറ്റേജ് ബേസ്ഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പം വെയിറ്റേജ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് US-2 ഒരു വിർച്വൽ മെഷീനിലുള്ള റിസോഴ്സിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വെയിറ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് UAE നോർത്തിലുള്ള വെബ് ആപ്പിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് സെൻട്രൽ ഇന്ത്യക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ പുറത്തു നിന്നുള്ള യൂസർ റിക്വസ്റ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് റൂട്ട് ചെയ്ത് വിടുന്നത് ഈ പറഞ്ഞ US-2 ഈ ഒരു റിസോഴ്സിലോട്ടായിരിക്കും വിടുന്നത്. ഈ ഒരു DNS ഉള്ള വിർച്വൽ മെഷീൻ ഈ ഒരു എൻട്രിയിലോട്ടായിരിക്കും ഇത് വിടുന്നത്. സെക്കൻഡ് വിടുന്നത് ഇതിലോട്ടായിരിക്കും വിടുന്നത്. ഏറ്റവും തേർഡായിരിക്കും റിക്വസ്റ്റുകൾ ഇതിലോട്ട് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെയിറ്റേജ് ബേസ് ചെയ്ത് നമുക്ക് റിക്വസ്റ്റുകൾ റൂട്ട് ചെയ്ത് വിടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്, അതായത് വെയിറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള റൂട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഒന്ന് നമുക്ക് ആദ്യം കണ്ടതുപോലെ പ്രിയോറിറ്റി ബേസ്ഡും, രണ്ടാമത് വെയിറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള റൂട്ടിംഗ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ലോഡ് ബാലൻസറും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ലോഡ് ബാലൻസർ റീജിയൻ സ്പെസിഫിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് IP ബേസ്ഡ് ആയിട്ടാണ് അതിൻ്റെ റൂട്ടിംഗ് നടക്കുന്നത്. നമുക്ക് ഈ ട്രാഫിക് മാനേജർ ആണെങ്കിൽ റീജിയൻ സ്പെസിഫിക്, റീജിയൻ ബൗണ്ടഡ് അല്ല, ഗ്ലോബലാണ്. ഈ ഒരു സർവീസ് പറഞ്ഞാൽ ഗ്ലോബൽ സർവീസാണ്. മൾട്ടിപ്പിൾ റീജിയൻസിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് എൻഡ് പോയിൻറ്റ്സ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. നമുക്കിനി അടുത്ത് ഇതിൻ്റെ അത്യാവശ്യം സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് വൈസ് നോക്കി മനസ്സിലാക്കാം. നമ്മൾ കണ്ടത് പോയിൻറ്റ്സൊക്കെ തന്നെയാണ്. അതായത് അഷ്വറിൻ്റെ ട്രാഫിക് മാനേജറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNS ബേസ്ഡ് ട്രാഫിക് ലോഡ് ബാലൻസറാണ് ഈ പറഞ്ഞ ട്രാഫിക് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഡിസ്ട്രിബ്യൂട്ട്സ് ട്രാഫിക് ടു പബ്ലിക് ഫേസിംഗ് ആപ്ലിക്കേഷൻസ് അക്രോസ് ഗ്ലോബൽ അഷ്വർ റീജിയൻസ്. അതായത് പബ്ലിക് ഫേസിംഗ് ആപ്ലിക്കേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനൊരു DNS യൂണിക് നെയിം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇൻ്റർനെറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് അതിന് ഉണ്ടായിരിക്കണം. അതായത് DNS എൻട്രി അതിനുണ്ടായിരിക്കണം. അങ്ങനെ പബ്ലിക്കായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന DNS എൻട്രി ഉള്ള ആപ്ലിക്കേഷൻസിന് അഷ്വറിൻ്റെ ഗ്ലോബൽ റീജിയൻസിലുള്ള ആപ്ലിക്കേഷൻസിനാണ് നമുക്ക് ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ട്രാഫിക് മാനേജർ യൂസ് ചെയ്തുകൊണ്ട്. ട്രാഫിക് മാനേജർ യൂസസ് DNS ടു ഡയറക്റ്റ് ദ ക്ലയൻറ്റ് റിക്വസ്റ്റ്. അപ്പോൾ DNS ഉപയോഗിച്ചിട്ടാണ്, എൻട്രി യൂസ് ഉപയോഗിച്ചിട്ടാണ് ക്ലയൻറ്റ് പുറത്തുനിന്ന് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അപ്രോപ്രിയേറ്റ് ട്രാഫിക് റൂട്ടിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെയിറ്റേജ് ബേസ്ഡും നമ്മൾ പ്രിയോറിറ്റി ബേസ്ഡും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ റൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അത് കൂടാതെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിൻറ്റും കൂടെ ഉണ്ട്. അതായത് ട്രാഫിക് മാനേജർ ഓൾസോ പ്രൊവൈഡ്സ് ഹെൽത്ത് ചെക്ക് ഫോർ എൻഡ് പോയിൻറ്റ്സ്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, പക്ഷേ ഈ ഒരു പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു റിസോഴ്സ്, ഇപ്പോൾ ഒരു റീജിയനിലുള്ള ഒരു റിസോഴ്സ് ഡൗൺ ആവുകയാണെങ്കിൽ ട്രാഫിക് മാനേജറിനെ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡ് പ്രിയോറിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് വെയിറ്റേജ് ഉള്ള എൻഡ് പോയിൻറ്റ് ഏതാണെന്ന് നോക്കി അങ്ങോട്ട് ട്രാഫിക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതാണ് ട്രാഫിക് മാനേജർ ഓൾസോ പ്രൊവൈഡ്സ് ഹെൽത്ത് ചെക്ക് ഫോർ എൻഡ് പോയിൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Endpoint can have any internet facing service hosted inside or outside the Azure. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. അതായത് ഈ എൻഡ് പോയിൻറ്റ്സ്, അതായത് DNS നെയിമുള്ള എൻഡ് പോയിൻറ്റ്സ് അഷ്വർ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഉള്ള റിസോഴ്സ് ആവണോ നിർബന്ധമില്ല. പുറത്ത് നമ്മുടെ ഓൺ പ്രമിസിൽ ഉള്ള ഒരു റിസോഴ്സിന് DNS എൻട്രി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് അഷ്വർ ട്രാഫിക് മാനേജർ ഉപയോഗിച്ച് അതിലോട്ട് നമുക്ക് ട്രാഫിക്സ് റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം നമുക്കൊരു ഹൈബ്രിഡ് ഒരു ക്ലസ്റ്റർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു അഷ്വറിൻ്റെ ട്രാഫിക് മാനേജർ ഉപയോഗിച്ച്. അപ്പോൾ അതായത് അഷ്വറിൻ്റെ ട്രാഫിക് മാനേജർ ഉപയോഗിച്ച് അഷ്വർ റിസോഴ്സിലോട്ട് നമുക്ക് ക്ലയൻറ്റ് റിക്വസ്റ്റ് റൂട്ട് ചെയ്യാൻ പറ്റും. മറിച്ച് നമ്മുടെ ഓൺ പ്രമിസ് എൻവയോൺമെൻറ്റിലുള്ള റിസോഴ്സിലോട്ട് നമുക്ക് ട്രാഫിക്സ് റൂട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
Traffic Manager provides a range of traffic routing methods and endpoint monitoring options to suit different applications and needs and automatic failover models. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ഫെയിൽ ഓവർ ചെയ്യാൻ പറ്റും. അതായത് ഒരു എൻ പോയിന്റ് ഡൗൺ ആവുകയാണെങ്കിൽ അടുത്തിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ്സ് എൻ പോയിന്റ് മോണിറ്ററിങ്. എൻ പോയിന്റ്സ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഹെൽത്ത് ചെക്കിംഗ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫെയിൽ ഓവർ മോഡൽസ് എല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ട്രാഫിക് മാനേജർ ഈസ് റെസിലൻറ്റ് ടു ഫെയിലിയർ. അതായത് ഇപ്പം ഒരു റീജിയൻ അശ്വൻ്റെ ഒരു റീജിയൻ എൻ്റർലി ഡൗൺ ആയി പോയാൽ പോലും ട്രാഫിക് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാഫിക് മാനേജർ അങ്ങനെ ഒരു ഫെയിലിയറിനെ ഓവർകം ചെയ്തിട്ട് അടുത്ത ഒരു റീജിയനിൽ നമ്മളൊരു ആപ്പ് കോൺഫിഗർ ചെയ്തിട്ട് ഒരു എൻ പോയിന്റ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ട്രാഫിക് റൂട്ട് ചെയ്ത് വിടും. അപ്പോൾ ഇത് ഒരു വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ അഷ്വറിൻ്റെ ട്രാഫിക് മാനേജർ എന്ന് പറഞ്ഞാൽ. കാരണം അഷ്വറിൻ്റെ ട്രാഫിക് മാനേജർ റെസിലൻറ്റ് ടു ഫെയിലിയർ ആണ്. എൻ്റെ റീജിയൻ അഷ്വർ എൻ്റെ റീജിയൻ ഡൗൺ ആയാൽ പോലും ട്രാഫിക് മാനേജർ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരും. അത് എന്നിട്ട് നമ്മുടെ ട്രാഫിക് റീറൂട്ട് ചെയ്ത് വിടും. മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസസ് ആപ്ലിക്കേഷൻ അവൈലബിലിറ്റി എന്നുള്ളതാണ്. അപ്പം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് എൻ പോയിൻറ്റ്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒന്നും ഡൗൺ ആയാൽ പോലും നമുക്ക് ഫെയിൽ ഓവർ ചെയ്യാൻ പറ്റും മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു എൻ പോയിൻറ്റിലോട്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇംപ്രൂവ് ആപ്ലിക്കേഷൻ പെർഫോമൻസ്. അപ്പം അതായത് ഡാറ്റാ സെൻറ്റേഴ്സ്, അപ്പോൾ അഷ്വറിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ് ഉണ്ട്. അഷ്വറിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സ്, ക്ലൗഡ് സർവീസസ്, വെബ്സൈറ്റ്സ് എല്ലാം നമുക്ക് ഈ പറഞ്ഞ ഡാറ്റാ സെൻറ്റേഴ്സിലെല്ലാം നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നത് കാരണം ഇപ്പം ഒരു യൂസർ ഇപ്പോൾ വേൾഡ് വൈഡ് നമ്മൾ ഡാറ്റാ സെൻറ്റേഴ്സിൽ പല ലൊക്കേഷൻസിൽ നമ്മുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം യു എസിനടുത്ത് നിന്ന് ഇപ്പോൾ യു എസിലുണ്ട്, ഇപ്പോൾ ഇന്ത്യയിലുണ്ട്, ചൈനയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 ലൊക്കേഷൻസിലും ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഡാറ്റാ സെൻറ്റേഴ്സിലെല്ലാം. അപ്പോൾ യു എസിലുള്ള ഒരു യൂസറാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും അടുത്തുള്ള ലൊക്കേഷൻ, ഇപ്പോൾ യു എസ് ഡാറ്റാ സെൻറ്ററിലുള്ള ലൊക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക്കായി റിഡയറക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ തിരിച്ച് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം ഏറ്റവും ലോവസ്റ്റ് ലേറ്റൻസിയിൽ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു അഷ്വറിൻ്റെ ട്രാഫിക് മാനേജർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് എന്തെങ്കിലും സർവീസ് മെയിൻ്റനൻസ് ഒക്കെ വരുന്ന കേസിൽ ഇപ്പം ഒരു റിസോഴ്സിൽ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് കാരണം ഇപ്പോൾ ഡൗൺ ആക്കി വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അടുത്ത ഒരു റിസോഴ്സിലോട്ട് നമുക്ക് ട്രാഫിക് റൂട്ട് ചെയ്ത് വിടാൻ സാധിക്കും. അപ്പോൾ അത് കാരണം നമുക്കൊരു മെയിൻ്റനൻസിന് വേണ്ടി എന്ന് പറഞ്ഞൊരു ഡൗൺ ടൈം നമുക്കിതിൽ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു ഡൗൺ ടൈം വരികയില്ല നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രാഫിക് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു എൻ പോയിന്റ് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒരു റിസോഴ്സ് എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടി ഡൗൺ ആക്കേണ്ടി വന്നാൽ നമുക്ക് ട്രാഫിക് മാനേജർ യൂസ് ചെയ്ത് നമുക്ക് ട്രാഫിക് റൂട്ട് ചെയ്ത് തൊട്ടടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സിലോട്ട് നമുക്ക് റൂട്ട് ചെയ്ത് വിടാൻ പറ്റും. അപ്പം ഫ്രം ദ എൻഡ് യൂസർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഎഫക്റ്റ് ഇപ്പോൾ ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ ഒരു സെർവർ ഡൗൺ ആണെങ്കിൽ പോലും അത് യൂസറിന് അറിയാൻ സാധിക്കില്ല. പിന്നീടുള്ളത് കമ്പൈൻ ഹൈബ്രിഡ് ആപ്ലിക്കേഷൻസ്. അത് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തായിരുന്നു ഓൾറെഡി. അതായത് നമുക്ക് ഈ ട്രാഫിക് മാനേജർ ഉപയോഗിച്ച് നമുക്ക് ട്രാഫിക് റൂട്ട് ചെയ്ത് വിടാൻ പറ്റുന്നത് അഷ്വറിൻ്റെ റിസോഴ്സിലോട്ട് മാത്രമല്ല, മറിച്ച് നമുക്ക് ഓൺ പ്രെമിസിലുള്ള ഏതെങ്കിലും DNS ഫേസിങ് പബ്ലിക് ഫേസിങ് ആയിട്ടുള്ള DNS ഒരു നെയിം ഉള്ള ഒരു റിസോഴ്സിലോട്ടും നമുക്ക് ട്രാഫിക് മാനേജർ യൂസ് ചെയ്ത് നമുക്ക് പുറത്ത് യൂസർ റിക്വസ്റ്റ് റൂട്ട് ചെയ്ത് വിടാൻ സാധിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ട്രാഫിക് മാനേജറിൻ്റെ ഹെൽപ്പോടുകൂടി. അതുപോലെ മറ്റ് കോംപ്ലക്സ് ഡിപ്ലോയ്മെൻറ്റ്സിന് ഇപ്പോൾ നെക്സ്റ്റഡ് ഇപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ട്രാഫിക് മാനേജർ പ്രൊഫൈൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ടിങ്സ് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് ടൈപ്സിനെല്ലാം നമുക്ക് നെസ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് മാനേജർ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രാഫിക് മാനേജർ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ട്രാഫിക് റൂട്ടിംഗ് മെത്തേഡ്സ് നമുക്ക് കമ്പൈൻ ചെയ്ത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും നമ്മുടെ നീഡ് അനുസരിച്ചിട്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള ചില ഡിപ്ലോയ്മെൻറ്റ്സിനൊക്കെ അതിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതായത് ഒറ്റ ട്രാഫിക് മാനേജർ പ്രൊഫൈലല്ല, മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാഫിക് മെത്തേഡ്സ് എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ട്രാഫിക് മാനേജറിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയയും ഫീച്ചേഴ്സും. അപ്പോൾ ഇതൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ ചെയ്തത്. നമുക്ക് അടുത്ത ഒരു സെഷനിൽ നമുക്കിതൊന്ന് ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ലോഡ് ബാലൻസറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ കാണുന്നവർ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഒരു ലാബ് സെഷനുമായിട്ട് അടുത്തൊരു സെഷനിൽ കാണാം.